അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇർഷാദുൽ ഇബാദിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്, ഇൽമിന്റെ അഹൽക്കാരിൽപ്പെട്ട ഒരാൾ, അതായത് ഒരു ആലിം, അയാൾ ചൊന്നൊരു സംഭവം. ഒരാൾ ഉറക്കില് ഖബർസ്ഥാനിലുള്ള ആളുമാരെ അയാൾ സ്വപ്നം കണ്ടെത്തും. അങ്ങനെ ഖബർസ്ഥാനിൽ നിന്ന് അങ്ങ് പുറപ്പെട്ട് മേൽഭാഗത്തേക്ക് വന്ന് എല്ലാ നോക്കുമ്പോൾ ഇങ്ങനെ പിറക്കിയെടുത്തോണ്ടല്ലോ. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടെ. അപ്പൊ അതിൽപ്പെട്ട ഒരാള് അയാൾ മുണ്ട് തെച്ചിര മാത്രം, അയാൾ പിറക്കില്ല, ബാക്കി ഞങ്ങളെല്ലാം പിറക്കിയെടുത്തോണ്ടല്ലോ. ഞാൻ അയാൾ മുട്ട പോയിട്ട് അയാളോട്ട് പോയി കേട്ടെ, ഈ മനുഷ്യൻ നിങ്ങൾ എന്തിനെ പിറക്കിയെടുക്കുക? അപ്പൊ അയാൾ ചെന്ന് അങ്ക് മുസ്ലിമീങ്ങൾ ഹദിയ ചെയ്ത്, മുസ്ലിമീങ്ങൾ ഓതി അങ്ക് ദ്വാറന്ന് കൊടുത്തത്, അങ്ക് ഹദിയായി കൊടുത്തതൊക്കെ അത് ഖുർആൻ ഓതിയിട്ടോ സദക്കാക്കിയിട്ടോ ദ്വാറന്നിട്ടോ ഹദിയാക്കിയത് ഇങ്ങനെ പിറക്കിയെടുത്തോണ്ടില്ല. അപ്പൊ ഞാൻ കേട്ടെ, നീ എന്തേ പിറക്കിയെടുക്കില്ല? അപ്പൊ നക്കതിര ആവശ്യമില്ല. എന്തേ, നിന്റെ മോന് ഒരു നാളുക്ക് ഒരു ഹത്ത് മോതിരം അത് ഓതിട്ട് നക്ക് ദ്വാറന്നിട്ട് അവനെ ഹദിയാക്കുക. അതായത് ഇന്നാൽ എന്താ അങ്കാടിയിൽ ജുലേബി വിത്തോണ്ടുള്ള ഒരു മോണായിട്ടിരിക്കുന്നത് എൻ്റെ മോന്. അങ്ങനെ ഞാൻ ഉറക്കൊരു എസർത്തായപ്പോ ഞാൻ പോയ അയാൾ ചൊന്തല്ല, ഇന്നാലിന്ന് അങ്കാടിലൊന്നും ജുലേബി വിത്തോണ്ടില്ല. നോക്കുമ്പോത്തോടെ ആ ഒരു പാലക്കാർ അയാളതാ ഈ ജുലേബി എല്ലാം വിത്തോണ്ടുണ്ട്. ഖുർആൻ ഇങ്ങനെ ബായ് ഇങ്ങനെ അനക്കൊണ്ടു. ഞാൻ കേട്ട്, നീ എന്തൊരു ബായ് ബന്ധു വെച്ചിട്ടുണ്ട്? അപ്പൊ ഞാൻ ഖുർആൻ ഓതിയോണ്ടില്ല. ഞാൻ ഖുർആൻ ഓതി എൻ്റെ ബാപ്പയുടെ ഖബർക്ക് ഞാൻ ഹദിയാക്കണേ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ആ മരിച്ച ആൾമാരെ ഖബർസ്ഥാനിലെ ആൾമാര് രണ്ടാമത് സ്വപ്നം കണ്ടപ്പോ, മുന്നൽ കണ്ടതുപോലെ കണ്ടപ്പോ, ഈ അണ്ട് പിറക്കിയെടുക്കാത്ത മനുഷ്യ അയാൾ ഇണ്ട് പിറക്കിയെടുത്തു. അപ്പൊ ഞാന് ഉറക്കിൽ നിന്ന് എസർത്ത എന്ന അത്ഭുത ഇട്ടു. ഞാന് ആ അങ്കാടിക്ക് പോയിട്ട് നോക്കുമ്പോ ആ മോന്റെ വിഷയം അറിയോപനായിട്ട് നോക്കുമ്പോ ആ മോൻ മരിച്ചത്. അപ്പോ ഈ മരിച്ചങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഹദിയാക്കരുത്, അല്ലെങ്കിൽ സദക്ക ചെയ്തിട്ട് ഹദിയാക്കരുത്, അല്ലെങ്കിൽ ദ്വാരക്കരുത്. അതിലൊക്കെ കൂടി നേട്ടം നമുക്ക് കിട്ടും. മരിച്ചങ്ങൾക്ക് അതിന് പണം ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയായിട്ട് അങ്ക് വേണ്ടി ദ്വാരക്കു പഠിപ്പാട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുള്ള ആൾമാർക്ക് ദ്വാരം. അപ്പൊ നങ്ങ ചെയ്തതായ നങ്ങ ദ്വാ കൊണ്ട് അങ്ക് കൊണം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെ, നങ്ങ ദ്വാറുന്നതുകൊണ്ട് അങ്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ, മരിച്ച ആളുമാർക്ക് ഹയാത്തുള്ള ചെയ്യുമ്പോൾ അതിന് പണം കിട്ടുന്നത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രണ്ട് കബർ കണ്ടെത്തു. ആ രണ്ട് കബറുള്ള ഒരു ഭയങ്കര ശിക്ഷയുണ്ടെന്ന് വെച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയിട്ട് ഒരു മടൽ എടുത്തിട്ട് അതിൽ ആ കബറുക്ക് കുത്തിട്ട് ഈ മരത്തെ ഇല തസ്ബീഹ് ചൊല്ലുമ്പോല്ലാം, മരങ്ങളൊക്കെ അത് അതിൻ്റെതായ ഒരു തസ്ബീഹ് ഉണ്ട്. ആ തസ്ബീഹ് ചൊല്ലുമ്പോല്ലാം ഇതിലെ ഉപകാരം ഈ കബറിൽ കിടക്കുന്ന ആൾമാർക്ക് കിട്ടുക. അപ്പോ കബറിന് മേലുള്ള ഒരു മരത്തെ തസ്ബീഹിന്റെ ഫലം മരിച്ചു കിടക്കുന്ന കബറാൾക്ക് കിട്ടുന്നെങ്കിൽ, ഹയാത്തുള്ള ഒരു മനുഷ്യ അവിടെ മുട്ടണിട്ട് ഖുർആൻ ഓതി അതിലെ സവാബൊന്നും കിട്ടില്ലേ? ഒരു മനുഷ്യ അവിടെ തസ്ബീഹ് ചെന്നെങ്കിൽ അതിലെ കൂലി അവന് കിട്ടല്ലേ? അതിലെ പണം അല്ലെ? ജീവയില്ലാത്ത മരത്തെ കൊണ്ട്, ആ കബറുടെ മുട്ടുള്ള മരത്തെ കൊണ്ട് മരിച്ച മയ്യത്തുക്ക് ഉപകാരമുണ്ട് കണ്ടെങ്കിൽ, ഹയാത്തുള്ള ഒരു മനുഷ്യ അവിടെ വെച്ച് ഖുർആൻ ഓതിയെങ്കിലോ ദിക്റ് ചെന്നെങ്കിലോ, അല്ലെ മരങ്ങൾക്കുള്ള തസ്ബീഹ് മരത്തെ ദിക്റ്, എങ്ങനെ അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ഉദ്ദേശിച്ച മറ്റൊരു രീതിയായിരിക്കുന്നത്. ഞങ്ങളെ പോലെ അല്ല. അതിലെ സവാബ് അവിടെ ആ മരിച്ച മയ്യത്ത് ഉപകാരമുണ്ട് കണ്ടെങ്കിൽ, ഹയാത്തുള്ള മനുഷ്യന്മാർ കബറുടെ അരികിൽ നിന്ന് ഖുർആൻ ഓതിയെങ്കിലോ ദിക്റ് ചെന്നെങ്കിലോ സലാത്ത് ചെന്നെങ്കിലോ അതിലെ സവാബ് മരിച്ച മയ്യത്ത് കിട്ടില്ല എന്ന് ചൊല്ലത് ഏതർത്ഥത്തിൽ? അപ്പൊ ആ ജീവല്ലാത്ത മരത്തിൽ നിന്നും ഈ മയ്യത്ത് പണുണ്ടെങ്കിൽ, മനുഷ്യൻ ഖുർആൻ ഓതിയത് കൊണ്ട് അല്ലെങ്കിൽ ദിക്റ് ചെന്നത് കൊണ്ട് അതിലെ സവാബ് ആ മയ്യത്ത് കിട്ടുക തന്നെ ചെയ്ത്. അതുകൊണ്ടായിട്ട് മഹാന്മാരൊക്കെ അവിടെ ഖുർആൻ ഓതും ദിക്റ് ചൊല്ലക്കും. സഹാബി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലത്തെ പരിശുദ്ധ ഖുർആൻ ഖബറിൽ ഓതണം, അതിൻ്റെതായ സവാബ് ആ മരിച്ച വ്യക്തിക്ക് അതിൽ പണമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പാട്ടിയത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ഞങ്ങളൊക്കെ അവന്റെ സജ്ജനങ്ങളിലും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.